നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധമാണല്ലോ. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. GCC കൺട്രീസിൽ നമ്മുടെ നിരവധി സുഹൃത്തുക്കളും അതുപോലെ പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അതിനിടക്ക് ആശങ്കാജനകമായ വാർത്തകളാണ് അവിടെ നിന്നുള്ളത്. അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകളും പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. റിയാദിലെ US എംബസി ആക്രമണം നടന്നല്ലോ. അതിന് തൊട്ടു പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിൽ നിന്ന് എസ്കേപ്പായി എന്ന വാർത്ത വ്യാപകമായി പ്രമുഖ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ക്രിസ്ത്യാനോയുടെ പ്രൈവറ്റ് ജെറ്റ് അവിടെ നിന്ന് പറന്നുയർന്നു, മാഡ്രിഡിൽ ലാൻഡ് ചെയ്തു. CR7 സൗദിയിൽ നിന്ന് എസ്കേപ്പായിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം, എസ്കേപ്പായിരിക്കുന്നു എന്ന വാർത്തയാണ് അർജന്റീൻ മാധ്യമം ഡിയാരിയോ ഒലെ കൊടുത്തത്. ഈ ഒലയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരുപാട് മാധ്യമങ്ങൾ അത് പിന്നെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഡെയിലി മെയിൽ ആരെങ്കിലും അതൊക്കെ സോഴ്സായിട്ട് എടുക്കും. ആ ഡെയിലി മെയിലിന് ഉദ്ധരിച്ചുകൊണ്ട് വേറെ കുറേ ആളുകളും ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിൽ നിന്ന് രക്ഷപ്പെട്ടു, മാഡ്രിഡിലെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വ്യാപകമായിട്ട് അങ്ങനെ പടച്ചുവിടുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ. goal.comലൊക്കെ CR7 ജെറ്റ് അവിടെ നിന്ന് പറന്നുയർന്നു, CR7 ഫാമിലിയും ഇതാ മാഡ്രിഡിലെത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്ത കൊടുത്തിരുന്നത്. എന്നാൽ പോർച്ചുഗീസ് മാധ്യമം എബോല അപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് CR7 ജെറ്റ് അവിടെ നിന്ന് പറന്ന് മാഡ്രിഡിലെത്തിയിട്ടുണ്ട്, പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയും കുടുംബവും അതിലുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ട്രാവൽ ചെയ്തതായിട്ട് റിപ്പോർട്ടുകളില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് കൃത്യമായ സോഴ്സുകൾ റിപ്പോർട്ട് നൽകുന്നു, വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിൽ തന്നെയുണ്ട്. അദ്ദേഹം അൽ നസറിൻ്റെ ടീമിനോടൊപ്പം ഇപ്പോൾ ട്രെയിനിങ്ങിലുമാണ് എന്നാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട് സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അടുത്ത മത്സരം ഒരു പക്ഷേ അദ്ദേഹം കളിച്ചേക്കില്ല. അതിനുശേഷം അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗ് 2മായി ബന്ധപ്പെട്ട് ചാമ്പ്യൻസ് ലീഗുമായി ബന്ധപ്പെട്ട മത്സരങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ സൗദി പ്രോ ലീഗിലെ മത്സരങ്ങൾ തുടരുകയും ചെയ്യും. അപ്പോൾ CR7 അടുത്ത മത്സരത്തിനായിട്ട് ഒരുങ്ങാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അടുത്ത മത്സരം കളിക്കാൻ കഴിയുമെന്നുള്ളത് പരിക്കിൻ്റെ കാരണം കൊണ്ട് മാത്രം സംഭവിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അത് ഒരു ഫൈനൽ കോള് എന്തായാലും ഓർഗനൈസേഴ്സ് എടുക്കേണ്ടതാണ്. അപ്പോൾ CR7 അവിടെ ഇല്ല, സൗദിയിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഈ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ അടിച്ചുവിടുന്നത്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം നമ്മൾ വാർത്തകളും സോഴ്സുകളൊക്കെ നോക്കി വിശ്വസിച്ച് എടുക്കാൻ. വിശ്വാസയോഗ്യമായ സോഴ്സുകൾ മാത്രം നോക്കുക. വളരെ വളരെ തെറ്റായ വാർത്തകൾ, വളരെ വ്യാജ വാർത്തകളും ഈ ഒരു സാഹചര്യത്തിൽ പലരും പ്രചരിപ്പിക്കുന്നത്. അത് കളിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.